വിശ്വനാഥനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് സ്മോൾ അടിക്കാൻ ഒരു കമ്പനി ആകുമല്ലോ എന്നോർത്തിട്ടല്ല, നന്ദി പറയാനാണ്. 2 വർഷമായി ഈ വീടാകെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോ അതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. ഞാൻ എന്ത് ചെയ്തിട്ടാണ് സർ? ശ്യാമയുടെ കാര്യങ്ങളൊക്കെ തനിക്കറിയാമല്ലോ. നൗ ഷി ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. മുമ്പ് ആരോടും മിണ്ടാട്ടമില്ല, കമ്പനിയില്ല. താനിപ്പോ അവക്കൊരു നല്ല കമ്പനിയാണ്, എ മെച്വർ ഫ്രണ്ട്. വീട്ടിൽ വന്നാൽ പിടിപ്പത് ജോലിയുണ്ടല്ലോ, തന്റെ കഥ പകർത്തിയെഴുതൽ. ചന്ദ്രൻ എവിടെ പോയി? ടീ എക്സ്പോർട്ടേഴ്സ് കോൺഫറൻസിന് പോയിരിക്കുക എറണാകുളത്ത്. ഇന്ന് വരേണ്ടതാ. താൻ ഇതുവരെ ഫിനിഷ് ചെയ്തില്ലല്ലോ. വേണ്ട സർ, നേരം കുറെ ആയി, ഞാൻ പോട്ടെ. അതിന് താനൊന്നും കഴിച്ചില്ലല്ലോ, ആകെ 2 പെഗോ. 2 പെഗാണ് എന്റെ കോട്ട. നിങ്ങൾ കൊച്ചു പിള്ളേരിങ്ങനെ സ്റ്റാമിന ഇല്ലാതായല്ലോ. ഇതിനൊക്കെ വയസ്സന്മാര് തന്നെയാ ഭേദം. ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, ശ്യാമ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ കിടക്കുമ്പോ 10-12 മണിയാവും. അതുവരെ എന്ത് ചെയ്യും? വല്ലതൊക്കെ വായിക്കുവോ? അടിച്ച് ഫിറ്റാണല്ലേ? ഞാൻ 2 പെഗേ കഴിച്ചുള്ളൂ. എന്നെ കണ്ടാ ഫിറ്റാണെന്ന് തോന്നുന്നു. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ, നാളെ വൈകുന്നേരം നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടെ? കുറച്ച് താഴെയാ. ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് എന്നോട് ആള് പറഞ്ഞു. ഒന്ന് പോയി നോക്കാം. വരുന്നോ? വരാം. പക്ഷെ ഒരു കണ്ടീഷൻ, വൈകിട്ട് നട അടയ്ക്കുന്നതിന് മുമ്പ് എന്നെ അമ്പലത്തിൽ എത്തിക്കണം. നാളെ എന്താ പ്രത്യേകത? പ്രത്യേകത ഉണ്ട്, പിന്നെ പറയാം. എത്തിക്കോ? എഗ്രീഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സർ, സമയം ഒരുപാടായി, നമുക്ക് പോകാം. അവിടെ കൂടെ നോക്കിട്ട് പോവാം. വേണ്ട സർ, നാളെ ആവട്ടെ. ഇനിയും താമസിച്ച നട അടയ്ക്കും. ഇന്നൊരു മൂടുള്ള ദിവസമാ. നാളെ ഇനി അതിനുവേണ്ടി മെനക്കെടണ്ടേ? നട അടക്കുന്നതിന് മുമ്പ് നമുക്കവിടെ പറന്നെത്താം. വാ വാശാമേ. ആ, വാടോ. ഒന്ന് വേഗം ഡ്രൈവ് ചെയ്യൂ സർ, ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നട അടയ്ക്കും. ലക്ഷണം കണ്ടിട്ട് എനിക്കും തന്നെ തോന്നുന്നേ. കരയുന്നോ? ശ്യാമ ഇത്ര സില്ലിയാണോ? നട അടച്ചാൽ തന്നെ എന്താ? നാളെ രാവിലെ അതങ്ങ് തുറക്കത്തില്ലേ? ദേവൻ അവിടെ തന്നെ കാണും. മൂപ്പരങ്ങ് ഓടിപ്പോത്തൊന്നുമില്ല. ഇന്ന് ഹരിയുടെ ജന്മദിനമാണ്. ഇതുവരെ ഞാനത് മുടക്കിയിട്ടില്ല. ശ്യാമേ, സാരമില്ല. നട അടച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ശ്യാമേ, ഞാൻ ഒന്നും പറയണ്ട. എനിക്കറിയാം, നിങ്ങൾ മനഃപൂർവ്വം വൈകിച്ചതാണ്. ഞാൻ എത്ര തവണ പറഞ്ഞു പോകാമെന്ന്. ശ്യാമേ, ഇനഫ്.
സാറേ ചായ ചായ. സാർ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ വെളുപ്പാൻ കാലമായല്ലേ? ഞാൻ ഇന്നലെ രാത്രി 1-2 പ്രാവശ്യം എഴുന്നേറ്റു. അപ്പോഴൊക്കെ സാറിന്റെ മുറി ലേറ്റ് കണ്ടു. എഴുതായിരുന്നിരിക്കും അല്ലേ? ആണല്ലേ? അല്ല, അപ്പൊ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരാം അല്ലേ? അല്ലല്ലേ ലല്ലൂയ അല്ലല്ലൂയ ലല്ലേ ലല്ലേ. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. Yes, come in. എന്നെ വേണമെങ്കിൽ 2 തല്ലിക്കോ. തല്ലുകൊള്ളേണ്ട പണി ചെയ്തത് ഞാനല്ലേ? മനഃപൂർവ്വം ശ്യാമയെ. സാർ പ്ലീസ്. മനഃപൂർവ്വം അല്ലെന്ന് എനിക്കറിയാം. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹരിയെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. സാറ് വെറുതെ പറയാണെന്ന് എനിക്കറിയാം. ഞാൻ വളരെ ഡെലിക്കേറ്റ് ആണെന്ന് അവരുടെയൊക്കെ ധാരണ. ഇന്നൊരു ദിവസം എന്റെ കഥ കേൾക്കാൻ സമയം ഉണ്ടാവുമോ? തീർച്ചയായും. ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്താണ് പഠിച്ചിരുന്നത്. താമസമൊക്കെ ഹോസ്റ്റലിൽ. ഞാനിന്ന് ഫസ്റ്റ് ഇയർ BA-ക്കും ഹരി BSc ഫൈനൽ ഇയറും. എന്നെ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ ഉത്സാഹിച്ചത് ഹരിയാണ്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്യാമേ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ്. കുട്ടി എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ വെറുതെ ഇങ്ങനെ ഡാൻസ് പഠിക്കാൻ പോയതാ. ഞാൻ കുറെ ദിവസമായി കാണുന്നുണ്ട്. നിനക്ക് ഡാൻസ് പഠിത്തം കുറച്ച് കൂടുന്നു. ആരാ മോട്ടോർ സൈക്കിളുകാരൻ? ആഹാ, നിലത്ത് വട്ടം വരയ്ക്കുന്നു. അഹങ്കാരി. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി. എല്ലാം ക്ഷമിക്കുന്നവനായ ഞങ്ങളുടെ പിതാവേ, ചെയ്തുപോയ സമസ്താപരാധങ്ങളും എന്നോട് പൊറുക്കേണമേ. ഞങ്ങളോടല്ല, എന്നോട് പൊറുക്കേണമേ. എനിക്ക് വലിയ കൂസലൊന്നും ഇല്ലെന്ന് കണ്ടപ്പോ രാത്രി അവരെന്നെ പിന്നെയും പിടിച്ചു വരട്ടി. വീട്ടിലറിയിക്കുന്നു. ഞാൻ വരേണ്ടതുപോലെ അഭിനയിച്ചു.
എന്റെ പൊന്നു സിസ്റ്റർ എന്നെ ചതിക്കില്ലേ, എന്റെ പഠിത്തം മുടങ്ങും, എന്റെ ഭാവി പോവും എന്നൊക്കെ പറഞ്ഞ കരച്ചിൽ. കരച്ചിലെന്ന് പറഞ്ഞാൽ സാധാരണ കരച്ചിലല്ല, അടിച്ച് തകർത്തങ്ങ് കരഞ്ഞു. സിസ്റ്റർ ആകെ പേടിച്ചു പോയി. പിന്നെ എനിക്ക് കൽക്കണ്ടവും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചതിനെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിട്ട്. ചുമ്മാതല്ല കേട്ടാ. ആ പിന്നെ ഏയ് ഇതൊന്നും വേണ്ട കേട്ടോ. ക്ഷമിക്കണം, സാത്താന്റെ പരീക്ഷണത്തിൽ വീണുപോയി. മുട്ടുകുത്തിയേക്ക്, മുട്ടുകുത്തി നിൽക്കാൻ. ആ പറഞ്ഞോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിവില്ലായ്മ കൊണ്ടും ചോരത്തിളപ്പ് കൊണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ ഞാൻ വീണുപോയി. ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മതിയോ? മതി മതി, കുട്ടികളൊക്കെ നോക്കുന്നു. നാണക്കേട്. ഹായ്. എന്ത് വേണം? എനിക്കൊരു സ്ട്രോങ് കോഫി. നിനക്കോ? കഴിക്കാൻ എന്തുണ്ട്? വാഴക്കപ്പം, പരിപ്പോടെ, ഉഴുന്നോടെ, ഉണ്ടമ്പൊരു, തൈരോടെ, സുഖിയൻ, അച്ചപ്പം, അരിയുണ്ട, കൊടലപ്പം, വെളുത്തലുവ, കറുത്തലുവ. എല്ലാം ഓരോന്നും കൊണ്ടുവാ. അല്ല, ഇതൊക്കെ ആർക്ക് തിന്നാനാ? എനിക്ക്. യോ വിശന്നിട്ട് വയ്യ. കൊടവേറി, നീ ഇപ്പോഴല്ലേ ഹോസ്റ്റലിൽ ഊണ് കഴിച്ചത്? ആരും കഴിച്ചു? ഞാനിങ്ങും കഴിച്ചില്ല. എന്നും ഒരേ കറി. കപ്പളങ്ങ തോരൻ, കപ്പളങ്ങ തീയല്, കപ്പളങ്ങ സാമ്പാർ. കഴിച്ചു മടുത്ത്. മേറ്റിനെ ഞങ്ങൾ വിളിക്കുന്നതിന് കപ്പളങ്ങ അമ്മയെന്നാ. നോക്കി മനസ്സിലായി. എനിക്കറിയാം. അപ്പോഴേ ആശാനിങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞ് പ്രേമിച്ച് നടന്നാ മതിയോ? ഇനോഗ്രേഷൻ ഒന്നും നടത്തണ്ടേ? പിന്നെന്താ, നമുക്ക് തകർത്ത് കളയാം. പിന്നെ ഇയാള് തകർക്കാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. ഇനി എന്നാ? ആരും ഭൂമിയൊന്നും വേണ്ട. അടുത്ത മാസം, അതായത് ഡിസംബർ 7-ാം തീയതി. ഇന്നാണ് ഫിക്സ് ചെയ്തത്. ആരാണ് ഉദ്ഘാടനം എന്നറിയാമോ? രാജീവ് ഗാന്ധി ആയിരിക്കും. അല്ല, സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ ശ്രീ വിശ്വനാഥൻ. പിന്നെ ഇയാൾ എന്ന് വിളിക്കുമ്പോ വരാനിരിക്കല്ലേ വിശ്വനാഥൻ? അങ്ങേര് പറന്നു വരും. ഹരിയുടെ ക്ലോസ് ഫ്രണ്ടാ വിശ്വനാഥൻ. വേറെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടല്ലോ. ലതികയുടെ പാട്ട്, കൃഷ്ണകുമാറിന്റെ മിമിക്രി, നാരായണൻ പോറ്റിയുടെ ക്ലാസിക്കൽ മ്യൂസിക്, സർവോപരി മിസ് ശ്യാമയുടെ ഭരതനാട്യം. എന്റെ ഡാൻസോ? ഷടപ്പ്. എന്താ ഇതൊക്കെ പോരെ? എന്തിനാ അവരുടെ അടുത്തൊക്കെ പുളു പിടിക്കാൻ പോയി? പുളു? എന്ത് പുളു? ഡാൻസിന്റെ അരങ്ങേറ്റം നടത്താൻ കാശ് എത്ര വേണമെന്നാ വിചാരം? ഉണ്ടാക്കാം. ഉണ്ടാക്കും. ഹരിയേട്ടൻ വിളിച്ചാലുടനെ വിശ്വനാഥനിങ് വരുമല്ലോ. വരുത്തിത്തരാം. വരുത്തും. വെറുതെ ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്താൻ. ശ്യാമേ നിന്നെ നില്ലടി പെണ്ണെ, ഞാൻ പറയാനാക്ക്. അച്ഛൻ അറിഞ്ഞ രണ്ടിനെ അരിഞ്ഞുകളെ. തന്നെയല്ല ഈ കൂത്തിനൊന്നും തരാൻ എന്റെ ഒട്ട് പൈസ ഇല്ല. അമ്മ ഒരുമാതിരി കലാബോധമില്ല സംസാരിക്കുന്നത്. അല്ലമ്മേ, ഈ നാട്യകലയുടെ അഭവമായ സീമകളിലേക്ക് അമ്മയുടെ മകൾ ഇങ്ങനെ പറന്നുയരുന്നത് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? അയ്യടി മോളെ, ഈ കൊച്ചിന് എന്ത് പറ്റി? ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അമ്മേ അത് ഓ, നീയും അവന് കൂട്ടു നിൽക്കുകയാണല്ലേ? എന്റെ പൊന്നമ്മേ, ഞാൻ 100 വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്. പിന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ, ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെ വയ്യെന്നങ്ങ് തീർത്ത് പറയാ. എനിക്കിതിൽ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഏതായാലും ചോദിച്ചു പോയില്ലമ്മേ. ഉണ്ടെങ്കിൽ ഒരു 10-500 രൂപ ഓട്. ശല്യം ഒഴിയട്ടെ. നീ പൊടിയെടുത്ത്. അവിടെ ഒരു വക്കാലത്ത് കണ്ടില്ലേ? അപ്പൊ അമ്മ പൈസ തരില്ലല്ലേ? ഇല്ല. എന്നാ വേണ്ട. ഈ വീട്ടിൽ കലാബോധമുള്ള വേറെ ആണുങ്ങളുണ്ടോന്ന് ഞാനും നോക്കട്ടെ. മേ ഐ കം ഇൻ? നോ. ചന്ദ്രേട്ടാ, ഞാനാ. മേ ഐ കം ഇൻ? ഐ ഓൾറെഡി ടോൾഡ് യു നോ. രാവിലെ ചുമ്മാ തമാശ കളിക്കുവാന്ന്. ഈ അമ്മ ഒരു ഭയങ്കര സാധനം തന്നെ അല്ലേ? ഞാനൊരു 1000 രൂപ വെച്ചിട്ട് തന്നില്ല. ചന്ദ്രേട്ടനെയൊക്കെ സമ്മതിക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു? മതി. നാണം ഉണ്ടോടാ നിനക്ക്? കെട്ടാൻ പോണ പെണ്ണിനെ വേഷം കെട്ടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി തുള്ളിക്കാൻ അതിന് 1000 രൂപ വേണം അത്രേ. കാലണയാൻ തരത്തില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. പോ. അല്ല, ഞാൻ എടാ നിന്നോടാ പറഞ്ഞ പോകാൻ. then make it 500. ഏതായാലും സ്ത്രീധനവും തരാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. എന്റെ പോന് ശ്രീധരൻ വേണം അല്ലേ? എന്ത് തരാമല്ലോ. എന്താ? വടാ. വേണ്ട. മേടിച്ചോണ്ട് പോടാ. എടാ ഇവിടെ വാ. ഹരിക്ക് പിന്നെ അതൊരു വാശി പോലെയായി. എങ്ങനെയെങ്കിലും പ്രോഗ്രാം നടത്തുമെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് പോന്നത്. അന്ന് സാറിനെ ക്ഷണിക്കാൻ ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിൽ വന്നത്. റിയലി? ശ്യാമ ഉണ്ടായിരുന്നു? സാറന്ന് ഭയങ്കര ബിസിയായിരുന്നു. പാവം സാറിന്റെ ഭാര്യ. അവരന്ന് ഞങ്ങളോട് ഒത്തിരി സ്നേഹമായിട്ടാ പെരുമാറിയത്.
ഹരിയെന്ന് ചേച്ചി കൊറേ മണിയടിച്ചു നോക്കി. എന്റെ പൊന്നി ചേച്ചി, എന്റെ മാനം പോവും. നാളെ ആ ഫംഗ്ഷൻ. വിശ്വാസ സാർ വരുന്നെന്ന് അറിഞ്ഞപ്പോ മുതല് പിള്ളേരെല്ലാം ആ കൂടെ ത്രില്ഡ് ആയിട്ടിരിക്കാണ് ഇല്ലേ? സാറിന്റെ പേര് വെച്ച് നോട്ടീസും വാൾ പോസ്റ്ററും എല്ലാം അടിച്ചു. അതൊക്കെ പോട്ട്. ഞാനും സാറും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് ഇവ ഒരു ഗുണ്ടും പൊട്ടിച്ചു. അതല്ലേ ആളും ഇടിക്കുകയാണല്ലോ. ശ്യാമയും ഹരിയും തമ്മിൽ അത് കല്യാണത്തിന് ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് വിളിക്കും. ചേച്ചി സാറിനെയും കൂട്ടി വരണം. അത് ശരി. അപ്പൊ ചേച്ചി ഉദ്ഘാടനം? വിശ്വേട്ടൻ ഉദ്ഘാടനത്തിന് വരുന്ന ഒരു സംശയം. നാളെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാം. സാറകത്തില്ലേ? ഉണ്ട്. പ്രൊഡ്യൂസറുമായി ഡിസ്കഷനില്ല. ഇപ്പൊ വരും. ചേച്ചി എങ്ങനെയാലും ഒന്ന് മണി അടിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഷൂട്ടിംഗ് ഒന്ന് മാറ്റി വെക്കാൻ പറ. ഞാൻ പറഞ്ഞു നോക്കാം. ദാ വരുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തീർക്കുമല്ലോ. താൻ പേടിക്കാതോ. ഞാൻ സ്ഥലം ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്താ? അത് മതി, അത് മതി. വിശ്വേട്ടാ. ആ ലക്ഷ്മി, ഞാനൊന്ന് ലൊക്കേഷൻ നോക്കാൻ പോവാണ്. ആരെങ്കിലും വിളിച്ചാലേ കുറച്ച് ഇരുട്ടിട്ട് വരുള്ളൂ പറയും. ഈ കുട്ടികൾ വിശ്വേട്ടനെ കാണാൻ വന്നതാ. എന്താ കാര്യം? അവരുടെ കോളേജിൽ നാളെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം. വിശ്വേട്ടൻ ചെല്ലണമെന്ന്. അവര് വിശ്വേട്ടന്റെ പേര് വെച്ച് നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിച്ചത്രേ. നീ എന്താ ഈ പറയുന്നത്? നാളെ ഷൂട്ടിംഗ് തുടങ്ങില്ലേ? നീ അവരെന്തെങ്കിലും പറഞ്ഞേക്ക്. ഞാൻ പോട്ടെ. ചേച്ചി, ഈ ഓട്ടോഗ്രാഫിൽ ഒന്ന് ഒപ്പിടിപ്പിച്ച. ഈ ഓട്ടോഗ്രാഫിൽ ഒന്ന് ഒപ്പിട്ട് കൊടുക്കൂ. കുറച്ച് തിരക്കുള്ളതുകൊണ്ടാ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇതാ. പിണക്കൊന്നും തോന്നരുത് കേട്ടോ ശ്യാമ. ഇല്ല, ഐ ലൈക്ക് യു. ചേച്ചിയുടെ ഈ നുണക്കുഴികൾ എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. ശരി, വരട്ടെ. ശരി. നീ എന്താ പറഞ്ഞു? നുണക്കുഴിയോ? ഞാനൊന്നും കണ്ടില്ലല്ലോ. ഞാനും കണ്ടില്ല. പിന്നെ ഞാൻ ഞങ്ങൾ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒരു കാച്ചി കാച്ചിയതാ. സമ്മതിച്ചു തന്നിരിക്കുന്നു. കലേ, ആ പാട്ടുകാർ പെമ്പിളരൊക്കെ എവിടെ? അവിടെ ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് റെഡിയാക്ക്. നമ്മുടെ തവല മീനൊക്കെ എവിടെ? വരുന്നുണ്ട്. അവ വയ്ക്കണം. ഇങ്ങോട്ട് വന്നേ, സമയമായി. വേണം ഉണ്ടാക്കാം. ഇപ്പൊ തുടങ്ങുമല്ലോ. പൂവാതിര ഇപ്പൊ തുടങ്ങുമല്ലോ. എന്റെ ഭഗവാനെ. അരങ്ങേറ്റ വേണ്ടി നടന്നാ മതി. നമുക്കൊന്ന് കൂടണ്ടേ? പിന്നെ നമുക്ക് തകർത്ത് കളയാം. മറ്റവനില്ലേ? കുപ്പിയാ ഒണ്ടടെ അടിച്ച് പിരുത്തുകളെ. ഈ ഫംഗ്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ ആ ചീഫ് ഗസ്റ്റിനെ നോക്ക്. ഞാൻ ആ റിഹേഴ്സൽ നോക്കിട്ട് വരാം. ആശാനെ, മരിച്ചു പാടിക്കോണം. ഇവളുടെ ഡാൻസ് കണക്കാ. ആശാൻ പാട്ട് പാടി വേണം ഓഡിയൻസിനെ വരട്ടാൻ. അളിയാ, ഒന്നും പതുക്കെ പിടി. കൊള്ളാം, നന്നായിരിക്കുന്നു. ആ, ഇനി വന്നേ. എന്താ ഇതൊക്കെ വാങ്ങാൻ കാശ് എവിടെ നിന്ന് കിട്ടി? മാല വിറ്റോ? വിറ്റല്ലേ? അയ്യോ കുഞ്ഞെ, നേരം പോവും. ബാക്കിയൂടെ അങ്ങ് തീർക്കാം. ആ, ചെല്ലു ചെല്ലു ചെല്ലു. ആ, റെഡി? ഇടിമന്നെ ഒന്ന് പതുക്കെ ചാട്. ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പോയല്ലോ. അയ്യോടാ. ആ, ഇനിയിപ്പോ ഇതൊക്കെ മതി. ആ, പിടി. അച്ഛനെ, ഞാനിപ്പോ വരാ. ഇപ്പൊ വരാം. ഹരിക്കുഞ്ഞ്, എന്താ അച്ഛനെ? ഇതൊരു ഐശ്വര്യക്കേടാണല്ലോ കുഞ്ഞെ. ഏത്? അരങ്ങേറ്റത്തിന് തൊട്ടു മുമ്പ് ചെലങ്ക പൊട്ടുക എന്ന് പറഞ്ഞാൽ അപശകുനമാണ്. നമുക്ക് ഈ അരങ്ങേറ്റം ഒന്ന് മാറ്റിവെച്ചാലോ? നല്ല ഇടപാടാ. എന്റെ മാനം പോവും ആശാനെ. ആ വിശ്വാനെ കൊണ്ടുവരാന്ന് പറഞ്ഞ അയാൾ വന്നില്ല. ഇനിയിപ്പോ ഇവളുടെ ഡാൻസും കൂടി ഇല്ലെന്ന് പറഞ്ഞാ വേണ്ട. പൊട്ടിയ ചിലങ്ക വെച്ച് അങ്ങ് അരങ്ങേറിയാ മതി. വയ്യ കുഞ്ഞെ, ഞാനതിനെ കൂട്ടുനിക്കില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വേറൊരു ചിലങ്ക കൊണ്ടുവന്ന. വേറെ ചിലങ്കയെന്നൊക്കെ പറഞ്ഞാൽ ഞാനവിടെ പോവാനാ? ഇപ്പൊ തന്നെ സമയം 8:30 കഴിഞ്ഞു. കടയടച്ചാണ്. ഇത്തിരി വൈകി തുടങ്ങിയാലും കുഴപ്പമില്ല. പൊട്ടിയ ചിലങ്ക കൊണ്ട് അരങ്ങേറാൻ ഞാൻ സമ്മതിക്കില്ല. ആ, കുഞ്ഞൊരു കാര്യം ചെയ്യും. എന്റെ വീട്ടിൽ ഒരു ജോഡി ചിലങ്ക ഇരിപ്പുണ്ട്. അത് പോയി എടുത്തോണ്ട് വാ. ശരി, നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തു. ഞാൻ പോയി ചിലങ്ക എടുത്തോണ്ട് വരാം. ശരി, ഓക്കെ? ഹരി, അല്പം വൈകിയാലും സാരമില്ല. അധികം സ്പീഡിൽ ബൈക്ക് ഓടിക്കരുത്. നീ വിഷമിക്കാരി. ഞാൻ ഇപ്പൊ ഇനി എത്തത്തില്ലേ? ആ, ചെല്ലേ.
അന്ന് രാത്രി ഹരിയുടെ ഡെഡ് ബോഡിയാണ് ഞാൻ കണ്ടത്. ആക്സിഡന്റ് ഉണ്ടായ ശേഷം 3 മണിക്കൂറിലധികം ആരും കാണാതെ ഹരി വഴി കിടന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോ പോലും ഹരിക്ക് ജീവനുണ്ടായിരുന്നു. അപകടം ഉണ്ടായപ്പോ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഹരി രക്ഷപ്പെടുമായിരുന്നു ഡോക്ടർമാരെല്ലാം പറഞ്ഞു. അതിനുള്ള സന്മനസ് പോലും ഹരിയെ അപകടപ്പെടുത്തിയ ആൾക്കുണ്ടായില്ല. ആരായിരുന്നു അയാൾ? അറിയില്ല. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനാണ് എന്റെ ജീവിതം തകർത്തത്. അയാളാണ് ഇന്ന് എന്റെ ഏറ്റവും വലിയ ശത്രു. ശ്യാമേ, എന്നാണ് അപകടം ഉണ്ടായത്? 2 വർഷം മുമ്പ് 83 ഡിസംബർ 7-ാം തീയതി. എന്ത് പറ്റി?